ഡോക്ടറെ ആ വാ. അയ്യോ ഡോക്ടറെ ഇരിക്കേ. ഇല്ലില്ല ഇരിക്കാൻ പറ്റില്ല. ഇല്ല ഇരിക്കാൻ പറ്റില്ല, അയ്യോ നന്ന ബുദ്ധിമുട്ട്. നിന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അല്ല ഞാനാണ് മറ്റേ നീ വാ, നീ ഇരുന്നാട്ടെ. ഡോക്ടറെ ആ മതി. ഒന്നാമത് പറ്റിയേ ഡോക്ടറെ വല്ലാണ്ട് ബ്ലഡ് പോന്ന്. പായ വന്നാട്ടെ. ഒരിക്കലും പല്ലില്ല ഡോക്ടറാ. പറഞ്ഞാലേ പല്ലിന്റെ അല്ലാതെ പൈസന്റെ അല്ലേ. നല്ലോണം പോകുന്നുണ്ടാ? ഞാൻ കാണുന്ന ഡോക്ടറെ ബാക്കിലോട്ടില്ല പോന്ന്. ഇല്ല. ക്ലോസറ്റിൽ നിറച്ച് ചോന്നാളാ. എന്നാ ഞാൻ നിന്നെ എവിടെയാന്ന് കണ്ടേ. അത് ഞാനാണ് കഴിഞ്ഞ ഈ കൊല്ലം. രോഗം വരാനുള്ള പ്രധാന കാരണമില്ലേ, ചിക്കൻ മൂലം, പുകവലി മൂലം, സമയത്തിന് ആഹാരം കഴിക്കാതെ മൂലം, മുട്ട മൂലം. ഇത് ഞാൻ മൂലം മൂലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഡോക്ടർ അല്ലേ? ഡോക്ടറെ നിങ്ങളുടെ വരുന്ന പേഷ്യന്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടോ? എന്തേലും അല്ല നിങ്ങൾ ചുമരുമിൽ എഴുതി വെച്ചാൽ അർഷഫ് മൂലക്കരു ഭയങ്കര നിങ്ങൾ അർഷസ് മൂലക്കുരു ബകന്തരം ഇതന്നെയാണ്. പുറത്ത് ആ ടോക്കൺ തരുന്ന മഞ്ഞ മാടയില്ലേ, ഓനെ എഴുതി വെച്ചാന്ന്. കീറിക്കളഞ്ഞ ഓൻ അതിന്റെ അപ്പുറം വൃത്തിയായിട്ടാണ് എഴുതി വെക്കും. നമ്മളെ വിഷയം ഇപ്പൊ അതല്ലാലോ. ഇവന്റെ ഇപ്പോ 3 വഴിയല്ല. ഒന്നിക്കിൽ കെട്ടിടണം, അല്ലെങ്കിൽ പിന്നെ കരിച്ചാളെ. ഇത് പിന്നെ ഞാൻ മാത്രം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ഉന്തിക്കയറ്റല്. ഡോക്ടർ കരിക്കൽ എങ്ങനെയാണ്? കരിക്കല് കുറച്ച് എക്സ്പെൻസ് ആണ്. ഗ്യാസ് വെൽഡറിന്റെ അവര് വന്നിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഗ്രിൽസ് ഉണ്ടാക്കുന്നത് ഏതാന്ന് ചെയ്യുന്നത്? ഏതാണ് ചെയ്യട്ടെ? അവിടെ എത്തുമോ ഡോക്ടറെ? ഇതെല്ലാം തുരുമ്പിച്ചില്ല ഡോക്ടറെ. അല്ല അതെല്ലാം അങ്ങനത്തെ സ്ഥലത്ത് വെക്കുന്നതല്ലേ. അല്ലെങ്കിൽ സിസ്റ്റം ഒന്നുമില്ല നമുക്ക്. എന്നിട്ട് സിസ്റ്റർ ഇതിന്റെ കരിക്കോട്ട് കരി പോലത്തെ ചന്തിയൊക്കെ സിസ്റ്റർ അല്ല. എന്നാ പിന്നെ നമുക്ക് കരിച്ചാളെ അല്ലേ? അങ്ങനെ ചെയ്യാം. എന്നാലും കരിക്കോ പൊരിക്കോ അതൊന്നും ചെയ്യാം. അങ്ങനെ ചെയ്യാം. എല്ലാ മുരളി നീയാ ഇത് ബേക്ക് കണ്ടല്ലേ മനസ്സിലായേ? അല്ല 2 കൊല്ലായില്ലേ നീ ചെയ്തിട്ട് പോയിട്ട്? സർവീസ് എല്ലാം ചെയ്താനായിനെ. എന്നാ ശരി ഡോക്ടറെ, ശരി. സിസ്റ്ററെ സ്ട്രക്ചറിങ് എടുത്തോ.